ഉപ്പിലിട്ട മാങ്ങ പലതരത്തിലുണ്ടെന്ന് നമുക്കറിയാം. ഇത്തരത്തിൽ ഞാൻ ഈ തൃശ്ശൂർ ഭാഗങ്ങളിലൊന്നും കണ്ടിട്ടില്ല. ഒരുപക്ഷെ ഞങ്ങളുടെ കണ്ണൂരിൽ മാത്രമാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയില്ല. ഇതിൻ്റെ രുചി ഓർത്തപ്പോൾ എന്നാൽ മാങ്ങ ഉപ്പിലിടാമെന്ന് വിചാരിച്ചു. അങ്ങനെ മാങ്ങ പൊട്ടിക്കുകയാണ്. 3 മാങ്ങയാണ് പൊട്ടിച്ചത്. ആദ്യം തന്നെ മാങ്ങയുടെ തൊലി കളഞ്ഞ് അരിഞ്ഞെടുക്കണം. നീളത്തിലാണ് അരിഞ്ഞെടുക്കേണ്ടത്. കട്ടി കുറച്ചിട്ട് വേണം അരിയാൻ. പിന്നെ ഇതിനായിട്ട് വേണ്ടത് നമുക്ക് ഒരു പകുതി കൂട് വെളുത്തുള്ളി കൊത്തി അരിഞ്ഞതാണ്. പിന്നെ കുറച്ച് പച്ചമുളക് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നുള്ളു കറിവേപ്പിലയും. എയർ ടൈറ്റുള്ളൊരു ബൗളും കൂടി വേണം കേട്ടോ. പിന്നെ അതിൻ്റെ അടുപ്പ് തുറന്ന് നമുക്ക് ഇവയെല്ലാം ആ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. പാകത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്തതിന് ശേഷം ഇവയൊക്കെ മുങ്ങാൻ പാകത്തിൽ വെള്ളം ഒഴിച്ച് കൊടുക്കണം. പച്ചവെള്ളമാണ് കേട്ടോ ഒഴിച്ചെടുക്കേണ്ടത്. ഒരുപാട് നീന്തി തുടിക്കുന്ന വിധത്തിലല്ല, ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന വിധത്തിലാണ് കൊടുക്കേണ്ടത്. എന്നിട്ട് നന്നായിട്ട് അടപ്പിട്ടുകൊണ്ട് ഒന്ന് ഷെയ്ക്ക് ചെയ്തിട്ട് വെച്ചാൽ 2-3 ദിവസത്തിൻ്റെ ഉള്ളിൽ ഉപയോഗിക്കാവുന്നതാണ്. മാങ്ങ സീസൺ തുടങ്ങിയാൽ കണ്ണൂരിലെ അധിക വീടുകളിലും ഇത് കാണാം. പക്ഷേ ഇവിടെ കടകളിൽ നിന്ന് വാങ്ങുന്ന തരത്തിലല്ലാതെ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. കഞ്ഞിക്കും ചോറിനുമാണ് ഇത് പൊതുവേ ഉപയോഗിക്കാറുള്ളത്. വെറുതെ എടുത്ത് കുടിക്കാറുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.